മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 3 യോഹന്നാൻ 1:10-11 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. അതിനാൽ ഞാൻ വന്നാൽ അവന്റെ ചെയ്തികളെപ്പറ്റി അവനെ അനുസ്മരിപ്പിക്കും. അവൻ ഞങ്ങൾക്കെതിരെ ദുഷിച്ചു സംസാരിക്കുന്നു. അതുകൊണ്ടും തൃപ്തനാകാതെ സഹോദരരെ അവൻ നിരസിക്കുന്നു. തന്നെയുമല്ല, അവരെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നവരെ അവൻ തടയുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. വാത്സല്യഭാജനമേ, തിന്മയെ അനുകരിക്കരുത്, നന്മയെ അനുകരിക്കുക. നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിന്റെ സ്വന്തമാണ്. തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല. പ്രകോപനങ്ങളുടെ നേർക്ക് പ്രശാന്തത പ്രകടിപ്പിക്കുക ക്രൈസ്തവന്റെ കടമയാണ്. ആദർശങ്ങളില്ലാതെ ഇടപെടുന്നവരോട് ആദർശങ്ങൾ ഉറച്ചുവെന്ന് മാത്രം ക്രൈസ്തവൻ ഇടപെടണം. യോഹന്നാൻ വാർദ്ധക്യകാലത്ത് ജെറുസലേമിൽ നിന്ന് എഫേസൂസിലേക്ക് താമസം മാറ്റി. ചുറ്റുപാടുമുണ്ടായിരുന്ന സഭകൾ പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ചതായിരുന്നെങ്കിലും വൃദ്ധനായ യോഹന്നാന് സഭകളുടെ മേൽ അധികാരവും ചുമതലയും സ്വാഭാവികമായും ഉണ്ടായി. ചുരുക്കം ചിലർക്കത് ഇഷ്ടമായില്ല. ദയോത്രഫോസ് അവരിൽ ഒരാളായിരുന്നു. അയാളൊരു ഇടവകയുടെ ചുമതല വഹിച്ചിരുന്നു. യോഹന്നാൻ ഒരു സുഹൃത്ത് സംഘത്തെ അവിടേക്ക് അയച്ചു. ഡെമത്രിയോസ് ഈ സംഘത്തിന്റെ നേതാവായിരുന്നു. ദിയോത്രഫസ് അവരെ സ്വീകരിക്കാതെ അപമാനിച്ച് ദുർവാക്കുകൾ പറഞ്ഞ് മടക്കി അയച്ചു. ആ സഭയിലെ ഒരംഗമായ ഗായോസ് അവരെ സ്വീകരിച്ചു. അവർ മടങ്ങി വന്ന് യോഹന്നാനെ വിവരം അറിയിച്ചപ്പോൾ യോഹന്നാൻ എഴുതി അയച്ച കത്താണ് ഈ ലേഖനം. യോഹന്നാൻ ഒരു ദുർവാക്ക് പോലും ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടില്ല. വ്യക്തമായി ദുർവാക്ക് പറഞ്ഞ ദിയോത്രഫസിനെ സഭ വിസ്തരിച്ചു. യോഹന്നാനെയോ ഇന്നും ബഹുമാനിക്കുന്നു. പരസ്പര അഭിപ്രായ ഭിന്നതയും അകൽച്ചയും ഉണ്ടായേക്കാം. അത്തരം സാഹചര്യത്തിൽ നാം സ്വയം നിയന്ത്രണം വിട്ട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ അരുത്. ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും അകൽച്ച ഉണ്ടായേക്കാം. അപ്പോൾ കടിഞ്ഞാണില്ലാതെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ അരുത്. പൗലോസ് അപ്പോസ്തലനും മർക്കോസും തമ്മിലും മിഷണറി യാത്രയിൽ വേർപിരിഞ്ഞെങ്കിലും അവർ സ്വയം നിയന്ത്രണം വിട്ടില്ല. ദാവീദും സൗൾ രാജാവും തമ്മിൽ അകൽച്ചയുണ്ടായി. സൗൾ അനീതി പ്രവർത്തിക്കുവാൻ തയ്യാറായി. ദാവീദ് തന്റെ നിലവിട്ട് യാതൊന്നും ചെയ്തില്ല. നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പരിധി ഉണ്ടായിരിക്കണം. മറ്റൊരാളുടെ സൽപ്പേരോ ധനമോ സ്ഥാനമോ നശിപ്പിക്കുവാൻ നാം തുനിയരുത്. പരസ്പര ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായേക്കാം. എന്നാൽ നമ്മൾ ഒരിക്കലും നിയന്ത്രണം വിടരുത്. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.